നമസ്കാരം. കുറിച്യാടിനെ വെറും വോട്ട് കുത്തിയായി മാത്രം കാണുന്ന ഒരു സർക്കാർ, വികസനവും പാഴ് വാഗ്ദാനങ്ങളും നൽകാൻ പിണറായി സർക്കാരിന് കഴിയാത്ത ഉൾക്കാടിനുള്ളിലെ ഏക ഗ്രാമമാണ് കുറിച്യാട്. സർക്കാരിന് ഒരു റോഡ് പോയിട്ട് കല്ല് പോലും മറച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വെറും 34 കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത്. 74 ജീവനുകൾക്ക് വേണ്ടി ഒരു കുഴി നികത്താൻ പോലും സർക്കാരിന് ഇവിടെ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാട് കയറണം. കേരള സർക്കാരിന് വോട്ട് ചോദിച്ചു ചെല്ലാൻ കഴിയാത്ത ഒരേ ഒരു നാട് എന്ന ചരിത്രനാമം കുറിച്യാടിനുണ്ട്. പക്ഷേ എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും കുറിച്യാട് പോളിംഗ് ബൂത്ത് ഉണ്ടാകും. അതെന്തിനെന്ന ചോദ്യവും ശക്തമാണ്. വോട്ടിനു വേണ്ടി മാത്രം എന്ന് നമുക്കറിയാം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കുറിച്യാടിൽ ഒരു വികസനവും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും വോട്ട് തേടി നേതാക്കൾ എത്താറുണ്ട്. ഇവിടെ 34 കുടുംബങ്ങളെ വോട്ട് ചെയ്യിക്കാൻ എല്ലാ സന്നാഹങ്ങളും ഉൾക്കാട് കയറും. കുറിച്യയിലെ നാട്ടുകാർക്ക് പരാതികൾ ഒന്നും തന്നെ ഇല്ലാതെ വോട്ട് ചെയ്യും. നിഷ്കളങ്കരായ കുറിച്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്യൽ വല്ലപ്പോഴും ഉണ്ടാകുന്നൊരു ഉത്സവം മാത്രമായി ആസ്വദിക്കുകയാണ്. ആദിവാസി വനഗ്രാമമായ കുറിച്യാട് എന്തെങ്കിലും നിർമ്മാണം നടത്തണമെങ്കിൽ വനം വകുപ്പിന്റെ അനുമതി വേണം. അത് സാധ്യമാക്കാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിലവിൽ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണമെന്നാണ് സർക്കാരും പറയുന്നത്. ഏകദേശം 8 കിലോമീറ്റർ ദൂരം കാടിനുള്ളിലൂടെ സഞ്ചരിച്ചു വേണം കുറിച്യാട് എന്ന ഗ്രാമത്തിലെത്താൻ. വയനാട്ടിലെ ബത്തേരിയിൽ നിന്നും പുൽപ്പള്ളിയിലേക്കുള്ള റോഡിൽ ചെതലയത്തു നിന്നും കൊടുംകാട്ടിലൂടെ സഞ്ചരിച്ചാണ് കുറിച്യാട് എന്ന ഗ്രാമത്തിൽ എത്താൻ സാധിക്കുന്നത്. ബത്തേരി നിയോജക മണ്ഡലം 83-ാം നമ്പർ ബൂത്താണ് കുറിച്യാട്. വോട്ടർമാർ ഏറ്റവും കുറവുള്ളതും ഒറ്റ സമുദായം മാത്രം വോട്ട് രേഖപ്പെടുത്തുന്നതുമായ സ്ഥലമാണ് കുറിച്യാട്. കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെടുന്ന 34 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അടുത്ത കാലം വരെ ചെട്ടി സമുദായക്കാരും ഇവിടെ താമസിച്ചിരുന്നു. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം ഇവർ കുറിച്യാട് വിട്ടതോടെയാണ് കാട്ടുനായ്ക്കർ മാത്രമായത്. കാട്ടുനായ്ക്കരിൽ പലരും ഇവിടം വിടാൻ തയ്യാറായില്ല. കുറിച്യാട്ടുകാരുടെ ഉടമസ്ഥതയിൽ 2 ജീപ്പുകളാണുള്ളത്. ഈ ജീപ്പുകളിലാണ് വനഗ്രാമത്തിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കുമൊക്കെ പോകുന്നത്. പണ്ട് നടന്നായിരുന്നു ഇവർ പോയിരുന്നത്. വന്യമൃഗങ്ങളെ ഭയന്ന് ഇപ്പോൾ നടന്നു പോകാൻ ആരും തയ്യാറാകില്ല. 4ാം ക്ലാസ് വരെയുള്ള ഏക അധ്യാപക വിദ്യാലയത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഹോസ്റ്റലുകളിൽ നിന്നാണ് പഠിക്കുന്നത്. യുവാക്കളിൽ ചിലർ പുറത്ത് പണിയെടുക്കുവാൻ പോകാറുമുണ്ട്. കാടെന്നത് കുറിച്യാട്ടെ കാട്ടുനായ്ക്കരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരിടം തന്നെയാണ്. അതിനാൽ ഇവർ കുറിച്യാട് വിടാൻ തയ്യാറല്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ വിമുഖത കാണിക്കാറില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ചില തിരഞ്ഞെടുപ്പുകളിൽ കുറിച്യാട് പോളിംഗ് ബൂത്ത് ഉണ്ടാകാറില്ല. കാലാവസ്ഥയും മാവോയിസ്റ്റ് ഭീഷണിയും മറ്റ് സാങ്കേതികത്വവും കാരണമാണ് പോളിംഗ് സ്റ്റേഷൻ അനുവദിക്കാത്തത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവരെ വനത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുകയാണ് പതിവ്. ഇതുപോലും സർക്കാർ മറക്കാറില്ല. കുറിച്യ ഒരു ഗ്രാമം മാത്രമല്ല, കേരളത്തിലുടനീളം ആദിവാസി ഊരുകളിൽ നേതാക്കൾ കയറിയിറങ്ങി മൂക്കുമുട്ടെ ഭക്ഷണം കഴിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്ന വിവരം നമ്മൾ മറന്നു പോകരുത്. ജനമോചന യാത്ര എന്നൊക്കെ പറഞ്ഞ് നേതാക്കൾ മല കയറി ആദിവാസി പട്ടികവർഗ ഊരുകളിൽ കയറിയിറങ്ങും. വോട്ട് പെട്ടിയിലാകുമ്പോൾ തിരിഞ്ഞു നോട്ടമില്ലാതെ.